അപ്പോൾ വിജയ് അതൊന്നുമില്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ ദർ ഈസ് സം മിസ്റ്റീരിയസ് എലമെന്റ് ബിഹൈൻഡ് ദാറ്റ്. ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കും MLA-മാരുടെ പേരറിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇത് നാരായണൻ, ഇത് മാധവൻ, ഗോവിന്ദൻ, ഇത് തിരിച്ചറിയണ്ടേ? അങ്ങ് പറഞ്ഞനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫണ്ടിങ് പോലും അങ്ങനെയാണെങ്കിൽ വിദേശത്തൊന്നും ഉണ്ടാവില്ലേ? എദ്ഗേവാർ പറഞ്ഞു മറാഠിയിൽ കറത്തിനെ ഹോത്തിനെ ആരെങ്കിലും ചെയ്യാതെ എന്തെങ്കിലും സംഭവിക്കുന്നില്ല. ഏറ്റവും അധികം ക്രിസ്ത്യൻ കൺവേർഷൻ മാഫിയ ഓപ്പറേറ്റ് ചെയ്യുന്നത് പഞ്ചാബിലാണ്. ഈ താടിയും തലപ്പാവും വെച്ച സന്യാസിയും ഇവരൊന്നും സിഖുകാരല്ല, ക്രിസ്ത്യാനികളാണ്. രാഹുൽ ഗാന്ധി ഡിഡ് ദാറ്റ് ട്രീച്ചറസ് തിങ് ഓഫ് ഡെസേർട്ടിങ് DMK ആൻഡ് ജോയിനിങ് TVK. Why do you connect this way? You can connect this way എന്നൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്യാം. ബട്ട് there are dots, unconnected dots. നമസ്തേ, പൊളിച്ചെഴുത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ശ്രീ TG മോഹൻദാസ്. നമസ്തേ, സ്വാഗതം. തമിഴ്നാട്ടിൽ സംഭവിച്ചത് ഇപ്പോഴും അവിശ്വസനീയമായി തോന്നുന്നു ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനോ അങ്ങേപ്പോലൊരു നിരീക്ഷകനോ. കാര്യം സംഘടനാ സംവിധാനം, രാഷ്ട്രീയ പാരമ്പര്യം, പറയത്തക്ക ഒരു പരിചയം ഒന്നുമില്ലാത്തൊരു പയ്യനും 2 വർഷത്തെ സംഘടന, അത് തന്നെ വിജയ് ഫാൻസ് അസോസിയേഷനെ മാറ്റി ഒരു കക്ഷി ഉണ്ടാക്കുന്നു. സാക്ഷാൽ MUക സ്റ്റാലിനെ അടക്കം മലർത്തിയടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റ കക്ഷി, ഭൂരിപക്ഷത്തിന് 5-7 സീറ്റ് മാത്രം കുറവ്. എങ്ങനെ ഈ ഒരു പ്രതിഭാസത്തെയാണ് ഇങ്ങനെ കാണുന്നത്? അത് വലിയ അത്ഭുതമൊന്നുമല്ല. ഈ ആൻറ്റി ഇൻകംബൻസി അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവായിട്ട് വിജയ് പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ കേരളത്തിൽ അതിൻ്റെ ഗുണഭോക്താവ് UDF ആയിരുന്നു, തമിഴ്നാട്ടിൽ വിജയ്. ഇവിടെ അടിച്ചതിലും ചെറിയ കാറ്റാണ് തമിഴ്നാട്ടിൽ അടിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ല, 108 എത്തി. ബട്ട് അതൊരു സ്പെക്ടാക്കുലർ വിജയമാണ്. ആ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആൾ അണ്ണാമലയായിരുന്നു. അണ്ണാമലയാണ് 2023 മുതൽ വർക്ക് ചെയ്തിട്ട് ഒരു ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുത്തത് അണ്ണാമലയാണ്. DMK ഗവൺമെൻറ് കറപ്റ്റാണെന്നും ഈ കുടുംബാധിപത്യമാണ് നടക്കുന്നതെന്നും അത് ഉദാഹരണ സഹിതം ആദ്യം അണ്ണാമലയെ അവഗണിച്ചു DMK. ആദ്യത്തെ ഒരു 5-6 മാസം DMK മറുപടി പോലും കൊടുക്കില്ല അണ്ണാമലൈ റേസ് ചെയ്യുന്നതിൽ. മീഡിയ ഡിഡിൻ ടേക്ക് ഹിം സീരിയസ്ലി. IPSകാർ ഇതുപോലത്തെ പല നമ്പറുകളൊക്കെ ഇറക്കും. ബട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഷാർപ്പ് അറ്റാക്കായി. സോഷ്യൽ മീഡിയ വഴി അറ്റാക്ക് തുടങ്ങി. അപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെയായിട്ട് ദേ സ്റ്റാർട്ടഡ് റിപ്ലൈ, മറുപടി കൊടുക്കാൻ തുടങ്ങി. ആ മറുപടി അപകടകരമായ മറുപടികളായിരുന്നു. അതിൽ നിന്ന് അടുത്ത നരേറ്റീവ് അണ്ണാമല ഉണ്ടാക്കി. അങ്ങനെ ഭീകരമായിട്ട് കയറി വന്ന മനുഷ്യൻ. പക്ഷേ ഇത്തവണ തമിഴ്നാട് പിടിക്കണം എന്നുള്ള ആശയം വന്നപ്പോൾ ഈ 2 ഇത് വന്നു. ഒന്ന്, അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP തനിയെ മത്സരിക്കുക. അത് അണ്ണാമലൈ മുന്നോട്ട് വെച്ച ഫോർമുലയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല കേന്ദ്ര BJP. മറ്റേ ലൈനാണ് അക്സെപ്റ്റ് ചെയ്തത്. നമുക്ക് ADMKയുമായിട്ട് ഒരു അലയൻസിൽ പോകാം. ഇപ്പോൾ DMK വിരുദ്ധ വികാരമുണ്ട്. അണ്ണാമലൈ പറയുന്നത് ശരിയാണ്, DMK വിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ADMKയ്ക്ക് വോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കൂടെ ജയിക്കും. പിന്നെ നമുക്ക് മെല്ലെ ADMKയെ വിഴുങ്ങി BJP ആക്കി മാറ്റാം. അണ്ണാമലൈ പറഞ്ഞു, ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്, ബട്ട് അതാണ് തീരുമാനമെങ്കിൽ ഐ വിൽ കം വിത്ത് യു. ബട്ട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ദാറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അന്ന് ഞാൻ വിചാരിച്ചത് അണ്ണാമലൈ പൊളിറ്റിക്സ് ഉപേക്ഷിക്കും. കാരണം അത്രയധികം ബാഡ് ബ്ലഡ് ജനറേറ്റ് ചെയ്തിരുന്നു ബിറ്റ്വീൻ ADMK ആൻഡ് അണ്ണാമലൈ. DMKയെ ആക്രമിക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ ADMKയെ ആക്രമിച്ചിരുന്നു. ഇന്നലെ വരെ ഇത്രയധികം കുറ്റം പറഞ്ഞ ഒരാളുമായിട്ട് കൂട്ടുകൂടാൻ എങ്ങനെ സാധിക്കും? ബട്ട് അണ്ണാമലൈ ആദ്യം വിഴുങ്ങി. ഓക്കെ, എവരിബഡി ഫീൽസ് ദാറ്റ്. ഇതിൻ്റെ ഫസ്റ്റ് സിഗ്നൽ എന്നെപ്പോലുള്ളവർക്ക് കിട്ടിയത്
തെലങ്കാന ഗവർണറായിരുന്ന തമിഴിസൈ സൗന്ദരരാജൻ അവർ രാജിവെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ തന്നെ ഇറ്റ് വാസ് ക്ലിയർ, അണ്ണാമലൈ ഈസ് ഗോയിങ് ടു ബി സൈഡ് ലൈൻഡ്. അതാണ് പഴയ പ്രസിഡൻറ്റ് തമിഴിസൈ സൗന്ദരരാജൻ. ഐ മസ്റ്റ് സേ ഷീ ഈസ് എ ഷാൽ ഐ സേ ഗുഡ് ഫോർ നത്തിങ് എനിവേ, അങ്ങനത്തെ ഒരു ആൾ. അപ്പോൾ അത് ഓബ്വിയസ് അവർ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർക്ക് ഗവർണറായിരുന്ന ആളിന് ഇവിടുത്തെ പൊളിറ്റിക്സിൽ വന്ന് ചാടേണ്ട കാര്യമില്ല വേണ്ട. ബട്ട് ദെൻ ഈ ചില ഡിസിഷൻസൊക്കെ ഉണ്ടല്ലോ വല്ലാതെ അങ്ങ് പാളിപ്പോകും. അതെന്തുകൊണ്ട് പാളിപ്പോയി, വാസ് ഇറ്റ് നോട്ട് ടു ഓബ്വിയസ് എന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടിയില്ല. ഇറ്റ് വാസ് ഓബ്വിയസ്, ബട്ട് എവറിബഡി ഫെൽറ്റ് നോ, നമുക്ക് മറ്റേ വഴിക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് മറ്റേ വഴിക്ക് പോയി. അണ്ണാമലൈ വാസ് റെഡ്യൂസ് ടു സീറോ. അണ്ണാമലൈ സ്റ്റിൽ ക്യാമ്പയിൻ ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ. ബട്ട് യു ആർ അലൈൻ വിത്ത് ADMK. ആളുകൾക്കറിയാം ADMK. DMKയുടെ കൂടെ AI ചേർത്ത സാധനം അതൊക്കെ ഞങ്ങൾക്കറിയാം, അതൊക്കെ കണ്ടിട്ടുണ്ട്. മിനിഞ്ഞാന്നല്ലേ എടപ്പാടി പളനിസ്വാമി, പിന്നെ O പന്നീർശെൽവം, ഇവരൊക്കെ അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇയാൾ ഇതിനിടയ്ക്ക് ഒരു മാസ് എൻട്രി നടത്തി ആൻഡ് ക്യാപ്ചറിങ് ദ ഇമാജിനേഷൻ ഓഫ് യങ് പീപ്പിൾ. ദാറ്റ് ഈസ് വാട്ട് ഐ ടോൾഡ് യു വൺസ്. നമ്മൾ കേരളത്തിൻ്റെ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാരിസ്മാറ്റിക് ലീഡറിൻ്റെ അഭാവം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആവശ്യമാണ്. അണ്ണാമലൈ ആ കാരിസ്മാറ്റിക് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അണ്ണാമലയ്ക്ക്. ഹി വാസ് വെരി പോപ്പുലർ അമംഗ് യങ്സ്റ്റേഴ്സ്. അതേസമയം പഴയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതും അണ്ണാമലൈ ചെയ്തു. ജനറേഷൻസിൻ്റെ ഗ്യാപ്പ് ഇടയ്ക്ക് അണ്ണാമലൈ സ്വയം ഒരു ബ്രിഡ്ജായിട്ട് വന്നു. 8 റാലി, 5 റോഡ് ഷോ, ഇതാണ് വിജയ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മൊത്തം തമിഴ്നാട് വാരിക്കൊണ്ടുപോയി. ബാക്കി പൊളിറ്റീഷ്യൻസ് എത്ര കാലമായി എന്തെല്ലാം ചെയ്തു. ആൻഡ് ഇയാൾ ഈ ഒരു മാജിക് പോലെ വരുന്നു, ഈ പെർഫോമൻസ് നടന്നു പോകുന്നു. അതിൽ 2 ഒരു റാലിയും ഒരു റോഡ് ഷോയും അസാമാന്യ ഫ്ലോപ്പുമായി. ആദ്യത്തെ റാലി അതിൽ ചവിട്ടും കുത്തുമൊക്കെ ആയിട്ട് ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. ഇയാൾ സ്ഥലം വിട്ടു. ഞാൻ വിചാരിച്ചത് ജനങ്ങൾ ഇയാളുടെ ക്യാരക്ടർ പ്രതിസന്ധി വരുമ്പോൾ ഓടിക്കളയുന്നവനാണ് ഇയാൾ എന്ന് വിചാരിക്കും. ഇല്ല, ജനം പിന്നെ അയാളുടെ പിന്നാലെ കൂടി. കന്യാകുമാരിയിൽ റോഡ് ഷോ നടത്തുമ്പോൾ പൂ കൊണ്ടൊരു പന്ത് ഉണ്ടാക്കിയിട്ട് ഒരുത്തിനെറിഞ്ഞു, അത് ബോംബാണ് ഇയാളുടെ തോടി. അത് വൈറലായിരുന്നു. ബട്ട് സ്റ്റിൽ കിട്ടി. ഈ അപഹാസ്യമായ കാര്യം, ഇത്ര വലിയ ഭീമമായ അപകടം, ഇത് രണ്ടും ഉണ്ടായിട്ടും അയാൾക്ക് വോട്ട് കിട്ടി. ആൻഡ് അയാൾ കിട്ടിക്കഴിഞ്ഞിട്ട് അയാളുടെ 108 ഉള്ളൂ. അയാൾ കോൺഗ്രസ്സിന് ആദ്യത്തെ ലെറ്റർ അയക്കുന്നു, ബാക്കി ആർക്കും ലെറ്റർ അയക്കുന്നില്ല. അത് അപ്പോഴാണ് എൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞത്. വൈ ഇസ് ഇറ്റ് സോ? കോൺഗ്രസ്സിന് ഇയാൾ നോട്ടമുണ്ട്. കോൺഗ്രസിൻ്റെ കയ്യിൽ 5 സീറ്റുകൾ. ഇയാൾക്ക് മെജോറിറ്റി കോൺഗ്രസ് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇയാൾ കോൺഗ്രസും ഇപ്പോൾ ADMKയുടെ കൂടെ BJP, ADMK, പാത്താളി മക്കൾ കക്ഷി, PMK ആണ്. PMKക്ക് 4 സീറ്റുണ്ട്. ഇയാൾക്ക് PMKക്ക് വേണമെങ്കിൽ ഇൻവിറ്റേഷൻ കൊടുക്കാം. PMK ഇറങ്ങി വന്ന് ഇപ്പുറത്ത് വന്നു എന്നൊക്കെ വരാം. PMKക്ക് ലെറ്റർ കൊടുക്കുന്നുമില്ല. വാട്ട് ഈസ് ദ റീസൺ? വാട്ട് കുഡ് ബി ദ റീസൺ? അത് അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ റിസർച്ച് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ദർ ഈസ് someone behind, some force, some vested interest is behind വിജയ്. വിജയ് മാത്രമല്ല, ഇവർ കമൽഹാസനെ വെച്ച് ട്രൈ ചെയ്തിരുന്നു ഇതുപോലത്തെ ഒരു അട്ടിമറി. ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ അത്ഭുതം സംഭവിച്ചതുകൊണ്ട് നമ്മളിത് ജനാധിപത്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ചേർക്കുന്നു. റൈറ്റ്. തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പിന് ശേഷമോ ആണ് ഇത് സംഭവിച്ചതെങ്കിൽ നമ്മളിതിനെ ജെൻസി റെവല്യൂഷൻ എന്ന് വിളിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സംഭവിച്ച ജെൻസി റെവല്യൂഷനാണ് ഈ TVK. ആ ജെൻസി റെവല്യൂഷൻ സംഭവിക്കാനായിട്ട് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് ആദ്യം രാഹുൽ ഗാന്ധിക്ക് ഇൻവിറ്റേഷൻ പോകുന്നത്. ആൻഡ് രാഹുൽ ഗാന്ധി ഡിഡ് ദ ട്രീച്ചറസ് തിങ്.
ഓഫ് ഡെസേർട്ടിങ് DMK ആൻഡ് ജോയിനിങ് TVK. വലിയ ചതിയല്ലേ അത്? DMK ഇട്ടുകൊടുത്ത പിച്ചയാണ് ഈ 5 സീറ്റ്. ആ 5 സീറ്റും കൂടെ DMK മത്സരിച്ചെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ആ ഇളങ്കോവൻ അത് പറഞ്ഞു, ആ 5 സീറ്റും കൂടെ ഞങ്ങൾ മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ 1-2 എണ്ണം ഞങ്ങൾ ജയിക്കുമായിരുന്നു. ബട്ട് രാഹുൽ ഗാന്ധി ശരി, ഇപ്പോൾ അവർ പോകാൻ തീരുമാനിച്ചു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ വി ഡു എന്ന് പറഞ്ഞ് ഹെൽപ്ലെസ് ആയിട്ട് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ബട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട്, വാട്ട് ഹാപ്പൻ വാസ് എ ജെൻസി റെവല്യൂഷൻ ഡ്യൂറിങ് ദ എലക്ഷൻ. അത് കമൽഹാസനെ വെച്ച് നോക്കി പറ്റിയില്ല, സീമാനെ വെച്ച് നോക്കി. നൗ സീമാൻ ഈസ് സൈമൺ. സീമാൻ, ബട്ട് സൈമണാണ് ആള്. ഈ വിജയ് ഈസ് നോട്ട് വിജയ്, ഈസ് ജോസഫ് വിജയ്. സോ പീപ്പിൾ ഹാവ് അപ്രഹെൻഷൻ. ഒരുപാട് പേര് അത് വിശ്വസിക്കുന്നു. ഇത് ഇവാഞ്ചലിസ്റ്റുകളുടെ ഒരു പ്രോജക്റ്റായിരുന്നു ടു ക്യാപ്ചർ തമിഴ്നാട്. തമിഴ്നാട് പിടിച്ചെടുക്കാൻ ദീർഘകാലമായിട്ട് ഇവാഞ്ചലിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരാളെ മാറ്റി വേറൊരാളിനെ നോക്കി, അത് പറ്റിയില്ല, അടുത്ത ആളിനെ നോക്കി. അവർക്ക് അവരുടേതായ മോൾസ് എല്ലാ സ്ഥലത്തും, എല്ലാ പാർട്ടിയിലും പെയ്ഡ് MLA-മാരെ അവരൊക്കെ ഉണ്ടാവും. ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ സഹായിക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ പലരും ഇങ്ങനെ അത്ഭുതപ്പെടുന്നു, ഈ സിനിമാ താരം എന്ത് ചെയ്യാനാണ് ഇയാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ? അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എക്സ്പീരിയൻസും ഇല്ല, ഒന്നുമില്ല, പൊളിറ്റിക്കൽ ഒരു ഫ്രെയിം വർക്ക് പോലും ഇല്ല, ജില്ലാ കമ്മിറ്റിയില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ചുക്കുമില്ല, വെറുതെ ഒരു ആൾക്കൂട്ടമാണ്. ഇത്രയും വലിയ സ്റ്റേറ്റിൻ്റെ, തമിഴ്നാടിൻ്റെ GSDP എത്രയാണ്? തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു വമ്പനാണ്, സാമ്പത്തിക ശക്തിയാണ് തമിഴ്നാട്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ ഇയാൾ മതിയോ? ഇയാളെ ആര് നയിക്കും? അപ്പം അത് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ എത്തിച്ചേരുന്നത്, ഇയാളെ നയിക്കാൻ ആൾക്കാരുണ്ട്. എന്ത് ചെയ്യണം തമിഴ്നാട്ടിൽ നിന്ന്? അവർക്കൊരു സ്കീമുണ്ട്. അതനുസരിച്ച് ജോസഫ് വിജയ് വെറുതെ ഫയലിൽ ഒപ്പിട്ടാൽ മാത്രം മതി. 108 MLA-മാർ ജയിച്ചില്ലേ? ഈ 108 MLA-മാരുടെ പേര് ജോസഫ് വിജയ്ക്ക് അറിയാമോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഹി മേ നോട്ട് ഈവൻ നോ ദ നെയിംസ് ഓഫ് ദ MLAs. ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കും MLA-മാരുടെ പേരറിഞ്ഞോളാം. മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് നാരായണൻ, ഇത് മാധവൻ, ഗോവിന്ദൻ, ഇത് തിരിച്ചറിയണ്ടേ? ഇതറിയാമോ അദ്ദേഹത്തിന്? ഇല്ലെന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. ബിക്കോസ് MLA-മാരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തത് ത്രൂ സം വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഹാസ് ആക്റ്റഡ്. ആൻഡ് പീപ്പിൾ ഹാവ് ദിസ് അപ്രഹെൻഷൻ, ഇത് ഇവാഞ്ചലിസ്റ്റ് ഓപ്പറേഷനാണ്. അങ്ങ് പറഞ്ഞനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫണ്ടിങ് പോലും അങ്ങനെയാണെങ്കിൽ വിദേശത്തുനിന്ന് ഉണ്ടാവില്ലേ? വിദേശത്തുനിന്ന് ഉണ്ടാവണമെന്നില്ല. അതിനുള്ള ഫണ്ടൊക്കെ നേരത്തെ വന്നിവിടെ കിടപ്പുണ്ട്. ഇതിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ട് അതിനായിട്ട് കാശ് ചോദിക്കുകയല്ല, കാശ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്, അല്ലെങ്കിൽ റെഗുലർ സോഴ്സസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമല്ല. ഈ പറഞ്ഞൊരു ഭയങ്കര ഡേഞ്ചറസ് ട്രെൻഡ് അല്ല അങ്ങ് ചൂണ്ടിക്കാണുന്നത്? ഇറ്റ് ഈസ് ദെയർ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ഇറ്റ് വിൽ ബി ഇൻ പഞ്ചാബ്. ഏറ്റവും അധികം ക്രിസ്ത്യൻ കൺവേർഷൻ മാഫിയ ഓപ്പറേറ്റ് ചെയ്യുന്നത് പഞ്ചാബിലാണ്. ആസ് ഓൺ ഡേറ്റ് പഞ്ചാബിൽ എത്ര പള്ളികൾ? ഈ താടിയും തലപ്പാവും വെച്ച സന്യാസി ഇവരൊന്നും സിഖുകാരല്ല, ക്രിസ്ത്യാനികളാണ് എത്രയോ പേര്. ആ മറ്റേ വെള്ളാടി പാർട്ടി ഉണ്ടല്ലോ, ഭഗവന്ത് സിംഗ് മാൻ, അയാളിപ്പോൾ വെറുതെ കള്ളൊക്കെ കുടിച്ചിങ്ങനെ ഇത് സഭയിൽ വെള്ളമടിച്ച് വന്നു. എന്തൊരു കഷ്ടമാണ്. ഫോറിന് പോയിട്ട് അവിടെ ഇയാളൊക്കെ എന്ത് ചെയ്യുമെന്നാണ് ഈ ഓർഗനൈസ്ഡ് ഗാങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ സ്വയം ക്രിസ്ത്യാനിയാണെന്ന് സംശയമാണ് എനിക്ക്. ആ രീതിയിൽ ഒരു ലൂസ് ക്യാരക്ടർ. പഞ്ചാബ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഡേഞ്ചറസ് പ്ലേസ് ത്രൂ ദിസ് കൺവേർഷൻ മാഫിയ. ക്രിസ്ത്യൻ കൺവേർഷൻ, നോട്ട് ഇസ്ലാം. പലപ്പോഴും ഈ ഇസ്ലാമിൻ്റെ ഭീകരതയും സംഗതിയൊക്കെ കൊണ്ടിട്ട്
ഈ കാര്യം ക്രിസ്ത്യൻ കൺവേർഷൻ ആൾക്കാരങ്ങ് ഡിസ്കൗണ്ട് മറന്നു പോകും. ഒന്നുമില്ലപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇവർ പേര് മാറ്റുന്നില്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്ന വാസുദേവൻ റിട്ടയറായി തിരുവല്ലയാണ് ഇവിടെ, തിരുവല്ലയ്ക്ക് പോയി. വാസുദേവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആദർശമായിട്ട് തിരുവല്ലയിൽ പോയപ്പോൾ ഒന്ന് വാസുദേവനെ അന്വേഷിച്ച് അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ വാസുദേവൻ എന്നല്ല അവിടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. എത്രയോ വർഷമായിട്ട് വാസുദേവൻ ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്നു. ഒറിജിനൽ പേര് സെബാസ്റ്റ്യൻ ആണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അവിടെയുള്ളവർ പറഞ്ഞു വാസുദേവനല്ല, അത് സെക്രട്ടേറിയറ്റ് ജോലി ഉണ്ടായിരുന്നില്ലേ പറഞ്ഞു. അതെ, വീട് ഞാൻ കാണിച്ചു തരാം, ഞങ്ങൾ ആളെ നോക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വാസുദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാസുദേവൻ ചമ്മി. കാരണം വാസുദേവനോട് സെബാസ്റ്റ്യൻ. ദിസ് ഈസ് ദ പ്ലേ വിച്ച് ഈസ് ഗോയിങ്, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഏർപ്പാട്. അപ്പോൾ തമിഴ്നാട്, ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദ റിസൾട്ട് ഇൻ തമിഴ്നാട്. ഇനിയിപ്പോൾ നിങ്ങൾ റീഇൻവെൻറ്റിങ് അണ്ണാമലൈ വിൽ ടേക്ക് ടൈം. യു മേ ക്ലിക്ക് ആൻഡ് ടൈം ഈസ് ഗോയിങ്. ടൈം ഇതിൽ രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നമാണ് സമയം. അടുത്ത വർഷം ആണ് ഇനി എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷം പോയി. ആ ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കാം? ഈ പറഞ്ഞ ആൾ മരിച്ചു പോകും, എന്തൊക്കെയോ സംഭവിക്കാം. സമയത്തിൻ്റെ പ്രാധാന്യം ഈ ബീർബലിനെ അറിയാമായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ അക്ബർ ഒരു കുതിരയെ കൊണ്ടുവന്ന് നിർത്തി. 5 വർഷത്തെ സമയം തരാം, ഈ കുതിരയെ ചിറക് മുളപ്പിച്ച് പറക്കണം. കുതിര ആർക്ക് പറ്റും? അന്ന് നടക്കുന്ന കേസല്ല, കുതിര പറക്കില്ല. ബീർബൽ പറഞ്ഞു ഞാൻ പറപ്പിച്ചു തരാം. ശരി ഇരിക്കട്ടെ, കുതിരയെ കൊണ്ടുപോകും. ബാക്കിയുള്ളൊരു കൂട്ടി നീ എന്താണ് പൊട്ടായി കാണിക്കുന്നത്? ബീർബൽ പറഞ്ഞു 5 വർഷത്തെ സമയമില്ലേ, 5 years. ഇതിനിടയ്ക്ക് അക്ബർ ചിലപ്പോൾ ചത്തുപോകും, ചിലപ്പോൾ ഞാൻ ചത്തുപോകും, ചിലപ്പോൾ കുതിര ചത്തുപോകും. പിന്നെ പറയാൻ പറ്റില്ല, കുതിര പറന്നെന്നും വരും. ഇതാണ് പൊളിറ്റിക്സിലെ ഒരു അടിസ്ഥാന തത്വമാണ് ഈ ബീർബൽ പറഞ്ഞത്. ആൾക്കാരുണ്ട് 5 വർഷം ഒന്ന് നോക്കി, 5 വർഷം കൃത്യമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എല്ലാം. 5 വർഷം ഈസ് എ ബിഗ് തിങ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ എന്ന് പണ്ട് ബീർബൽ പറഞ്ഞിട്ടുണ്ട്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. യു മേ ഡൈ, ഐ മേ ഡൈ, ഹോഴ്സ് മേ ഡൈ, ഓർ യു ഡോണ്ട് നോ, ഹോഴ്സ് മേ ഫ്ലൈ ഓൾസോ. ഇപ്പം തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടിരുന്നത്, ഇപ്പോൾ കേരളത്തിൽ UDF LDF എന്ന് മാത്രം ചുരുങ്ങിയതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരു DMK അല്ലെങ്കിൽ മറ്റൊരു DMK, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം. ഇപ്പോൾ AIADMKയിൽ ജയലളിത, MGRന് ശേഷം ജയലളിത, അങ്ങനൊരു മുഖം, അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ, അങ്ങനെ ഒരു ക്രൗഡ് പുള്ളർ, അങ്ങ് പറഞ്ഞ പോലെ ഒരു കാരിസ്മാറ്റിക് ലീഡർ, അങ്ങനെ ഒരാൾ ഇല്ലാതായതോടുകൂടി AIADMK തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഇത്രയും വലിയ ആന്റി ഇൻകംബൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി വരേണ്ടത് AIADMK അല്ലെങ്കിൽ അതിൻ്റെ സഖ്യകക്ഷിയാണ് അധികാരത്തിൽ വരേണ്ടത്. ഈ വ്യക്തിയധിഷ്ഠിത പ്രസ്ഥാനങ്ങളുടെ ഒരു ട്രാജഡിയും കൂടിയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ആ കുടുംബവാഴ്ച ഒരു പ്രശ്നമാണ്. ADMKക്ക് കുടുംബം തന്നെ ഇല്ലാതെ പോയി, ഇവരുടെ കുടുംബവാഴ്ചയാണ്. അതൊന്നും അധികകാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കരുണാനിധിയാണ് കുടുംബവാഴ്ച തുടങ്ങിയത്. കരുണാനിധി അത് ഒരു അങ്ങേരുടെ മരണം വരെ എങ്ങനെയൊക്കെ അത് കൊണ്ടുപോയി. മറ്റേ ADMKയുടെ കഥ അങ്ങനെ ആയിരുന്നില്ല. ADMKയുടെ MGRും ഇപ്പോഴുള്ള ജോസഫ് വിജയും തമ്മിൽ ഒരു താരതമ്യമില്ല. MGR ദീർഘകാലം DMKയിൽ ഉണ്ടായിരുന്നു. അണ്ണാദുരൈയുടെ കൂടെ തന്നെ ഉണ്ട്. അണ്ണാദുരൈ MGRനെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ MGR ചോദിച്ചു, അല്ല അപ്പം ഞാൻ ഒരുപാട് പൈസയൊക്കെ തരേണ്ടി വരുമല്ലോ പാർട്ടിക്ക്. അണ്ണാദുരൈ പറഞ്ഞു നീ പൈസയൊന്നും തരണ്ട, മൂഞ്ചിയെ പോതും, അതാണ് എനിക്ക് ആവശ്യം, നിൻ്റെ മുഖം കിട്ടിയാൽ മതി, കാശൊന്നും വേണ്ട. അങ്ങനെ മുഖം മാത്രം കൊടുത്തു. പിന്നെ MGR അതിൽ വർക്ക് ചെയ്തു. MGR AIADMK ഉണ്ടാക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ഏകദേശം എല്ലാ ജില്ലാ കമ്മിറ്റികളും MGRൻ്റെ കയ്യിലാണ്, DMKയുടെ. അപ്പോൾ ഹി ഹാഡ് ദ ഓർഗനൈസേഷണൽ സ്ട്രെങ്ത് വിത്ത് ഹിം. വെറുതെ സിനിമ കാണിച്ചിട്ട് ആൾക്കാരെ മയക്കിയതല്ല. പലരും പറയും ഇങ്ങനെ തമിഴന്മാർ പൊട്ടന്മാരാണ്, സിനിമാ താരത്തെ കണ്ട് MGRനെ കണ്ടില്ല. അങ്ങനെ അല്ല, MGR ഓർഗനൈസേഷനും കൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ടാണ് MGRന് സക്സസ്ഫുൾ ആവാൻ പറ്റിയത്. ജയലളിത MGRൻ്റെ കൂടെ
നടന്ന് പൊളിറ്റിക്സ് പഠിച്ചു. ഓർഗനൈസേഷൻ ഓൾറെഡി MGR ഉണ്ടാക്കിയതുകൊണ്ട് ഗുഡ് വിൽ MGRൻ്റെ ഉണ്ട്. അതുകൂടാതെ അവർക്കൊരു ഇഞ്ചുവേർഡ് ഇന്നസെൻസിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അവരുടെ ബ്ലൗസ് കീറി എന്നൊക്കെ പറഞ്ഞു. അതുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ജയലളിത അവരുടെ ഇത് ഉറച്ചു. ജയലളിത ന്യൂ പൊളിറ്റിക്സ് ത്രൂ MGR. ഷി വാസ് വിത്ത് MGR. അപ്പോൾ അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അല്ലാതെ വെറുതെ ആകാശത്തു നിന്നൊരു സിനിമാ താരമൊന്നും വന്ന് തമിഴ്നാട് ഭരിച്ചിട്ടില്ല. ഇറ്റ്സ് നോട്ട് സോ. അതൊക്കെ വെറുതെ പറയുകയാണ് ഇങ്ങനെ, തമിഴന്മാരങ്ങനെയാണ്, അണ്ണാച്ചിമാർ സിനിമയെ കാണും, മയങ്ങിയിട്ടൊക്കെ ഉണ്ട്. ബട്ട് അതിൻ്റെ പുറകിലൊരു ഓർഗനൈസേഷനും ഒരു വർക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിജയ് അതൊന്നുമില്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ ദർ ഈസ് സം മിസ്റ്റീരിയസ് എലമെൻറ്റ് ബിഹൈൻഡ് ദാറ്റ്, സം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വർക്കിംഗ്. അതല്ലാതെ നത്തിങ് ഹാപ്പൻ. ഇപ്പോൾ നേപ്പാളിൽ നടന്ന ജെൻസി റെവല്യൂഷൻ, അത് 3 വർഷം അവർ ആ ജെൻസി റെവല്യൂഷന് വേണ്ടിയിട്ട് ദേവർ വർക്ക്. ഇറ്റ് ഡസൻ ഹാപ്പൻ ഫ്രം ശൂന്യാകാശത്ത് നിന്നൊന്നും ഇത് സംഭവിക്കുന്നില്ല. ഇപ്പോൾ വിജയ്ക്ക് 108 സീറ്റ് ഒരു സുനാമി പോലെ വിജയ് എന്ന നോൺ എൻറ്റിറ്റി, പൊളിറ്റിക്സിലെ നോൺ എൻറ്റിറ്റിക്ക് കിട്ടണമെങ്കിൽ ദർ ഈസ് സം ഡിസൈൻ ബിഹൈൻഡ് ദാറ്റ്. RSSൻ്റെ സ്ഥാപകൻ ഹെഡ്ഗേവാർ പറഞ്ഞിട്ടുണ്ട് മറാഠിയിൽ, കറത് വിണ ഹോത്ത് നഹി. ആരെങ്കിലും ചെയ്യാതെ എന്തെങ്കിലും സംഭവിക്കുന്നില്ല, ആരെങ്കിലും തുനിഞ്ഞിറങ്ങാതെ ഒന്നും സംഭവിക്കുകയില്ല. അങ്ങനെയാണ് അദ്ദേഹം തുനിഞ്ഞിറങ്ങി RSS എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവുക. അപ്പോൾ ജോസഫ് വിജയ് ഇതുപോലെ ഒരു അത്ഭുത പ്രവൃത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ആരോ ഉണ്ട്. ആരെങ്കിലും ചെയ്യാതെ ജോസഫ് വിജയിനിത് ഈ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഈ പലരും ഭയക്കുന്ന പോലെ ഒരു സിനിസ്റ്റർ ഡിസൈൻ അതിൻ്റെ പുറകിൽ നമുക്ക് സാഹചര്യം വെച്ച് സംശയിക്കാം. ഇപ്പോൾ അത് സംശയം മാത്രമായിട്ട് നിൽക്കും. Will it emerge eventually? I don't know. കാര്യം ഇപ്പം മീഡിയ ഇത് ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? മീഡിയ പോസിറ്റീവായിട്ട് ആഘോഷിക്കുന്നത്. താരോദയം ഒറ്റ നിമിഷം കൊണ്ട് ഇന്ത്യ മുന്നണിയെ അയാൾ ഇല്ലാതെയാക്കുന്നു. ഈസ് ഇറ്റ് നോട്ട് എ ബിഗ് ഡിസൈൻ? ഒറ്റ നിമിഷം കൊണ്ട് അയാളൊരു ഇൻവിറ്റേഷൻ ഡൽഹിക്ക് അയക്കുന്നു. ഈ ഡസൻ ഗോ ടു ഡൽഹി. അയാൾ ഡൽഹിയിൽ പോകുന്നില്ല, അയാൾ ലോക്കലി കോൺഗ്രസ് ലീഡേഴ്സിനെ കാണുന്നില്ല, TNCCയുടെ ഓഫീസിൽ പോകുന്നില്ല. അയാളൊരു ലെറ്റർ അയച്ചു എന്ന് KC വേണുഗോപാൽ പറയുന്നു. ഈ റോട്ട് ടു അസ്, മേ ബി ഇമെയിലായിരിക്കാം. അത് ചോദിക്കുന്നു. ഇവർ ഉടൻ തന്നെ TNCCയെ ഇത് കൂടാൻ പറയുന്നു. അവർ കൂടിയിട്ട് വിജയുടെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു. 1 മണിക്കൂറിനകം CPIയും CPMും കമ്മിറ്റി വിളിക്കുന്നു ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ. ഇന്ത്യ മുന്നണിയുടെ ശവപ്പെട്ടി തയ്യാറാക്കുകയാണ് CPI, CPM, കോൺഗ്രസ്. അവർ DMKയെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. ഇത് DMK വാസ് എ സ്ട്രോങ് മെമ്പർ ഓഫ് ഇന്ത്യ മുന്നണി. സൗത്ത് ഇന്ത്യയിലെ സ്ട്രോങ് മെമ്പർ സ്റ്റാലിനായിരുന്നു ഇന്നലെ വരെ. നിങ്ങൾ പച്ചയ്ക്ക് നിങ്ങൾ 3 പേരും കൂടി ഇട്ട്. ആൻഡ് മുസ്ലിം ലീഗിന് 2 സീറ്റുണ്ട്. അവർ പബ്ലിക്കായിട്ട് പറഞ്ഞു, അതിൽ അവരെ ഉറച്ചു നിൽക്കുമെന്ന് എനിക്കറിയില്ല, പബ്ലിക്കായിട്ട് പറഞ്ഞു വി ആർ നോട്ട് വിത്ത് വിജയ്. വിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ഇറ്റ് ഈസ് ഓൾ ദ മോർ റീസൺ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇവാഞ്ചലിക്കൽ ഓപ്പറേഷൻ വിച്ച് മുസ്ലിം ലീഗ് ഡസൻ വാണ്ട് ടു കോപ്പറേറ്റ്. അവർക്കത് മനസ്സിലായി. അവർക്ക് പലർക്കും സംശയമുണ്ട്. എവറിബഡി വിൽ എൻക്വയർ. ഒരു പൊളിറ്റിക്സിൽ അത്ഭുതം സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു ഹാവ് എ ഹിസ്റ്ററി ഓഫ് യുവർ ഓർഗനൈസേഷൻ. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം യു ജസ്റ്റ് കനോട്ട് ഡു ദാറ്റ്. അപ്പോൾ ഇനി അതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യ മുന്നണി ഒക്കെ അവർക്ക് പുല്ലാണ് എന്നുള്ളത് മനസ്സിലായില്ലേ വരുന്നത്. ഈ കോൺഗ്രസിനും CPMനും CPIക്കും ഒക്കെ കിട്ടിയ ഈ 5ഉം 2ഉം സീറ്റുകളൊക്കെ മറ്റവരുടെ ദാനമല്ലേ? ആണ്, DMKയുടെ ദാനമാണ്. കോൺഗ്രസ്, CPI, CPM പുട്ടുകതർ 9 സീറ്റേ ആകുന്നുള്ളൂ. ഇയാൾക്ക് 10എങ്കിലും വേണം. അപ്പോഴും 1 സീറ്റ് ഷോർട്ടാണ്. പിന്നെ BCക്ക് ആരണ്ടൊക്കെ ഉണ്ട്. അല്ല, അവിടെ കേട്ടൊരു ലോജിക് എന്ന് പറയുന്നത് DMKക്കോ AIADMKക്കോ ഇപ്പൊ പെട്ടെന്നൊരു ഇപ്പോൾ ഇതല്ല സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ ഇലക്ഷൻ വീണ്ടും വരണമല്ലോ. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്തോ ധൈര്യമോ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചു കാലം DMKയുടെ ഒരു ഇതായിട്ട് വന്ന ഒരു
വിശ്വാസപ്രമേയത്തിൽ നിന്ന് എൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളൊരു റിസൈൻഡ് സാധനം വന്നു കഴിഞ്ഞു. ആ ഒരു ധൈര്യം കൂടി ആവാം അല്ലേ, അല്ലെങ്കിൽ ആ സമയം കൊണ്ട് ബാക്കി കോപ്പലപ്പി അതർവൈസ് ഓൾസോ ഹി കുഡ് ഹാവ് ഡൺ ദാറ്റ്. ഇപ്പോൾ വിജയ് 108 പേരെയും വെച്ചിട്ട് ഗവർണർക്ക് വിജയെ വിളിക്കാനേ പറ്റുള്ളൂ, അയാളാണ് ഏറ്റവും വലിയ കക്ഷി. ഒറ്റക്കക്ഷി. അയാൾ പറയുന്നു എൻ്റെ കൂടെ 108 MLA മാരേ ഉള്ളൂ, ബട്ട് ഞാൻ ഒരു കോൺഫിഡൻസ് മോഷൻ നിയമസഭയിൽ പാസ്സാക്കി എൻ്റെ ഭൂരിപക്ഷം തെളിയിക്കാം, എനിക്കൊരു 2 ആഴ്ച സമയം തന്നാൽ മതി. വിച്ച് ഗവർണർ ഈസ് സപ്പോസ് ടു ഗിവ്. 2 ആഴ്ച സമയം കൊടുക്കും ഏത് ഗവർണർ. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈനൊക്കെ ഉണ്ട് ഇത്തരം കൺഫ്യൂസ്ഡ് അവസ്ഥയിൽ. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുക, 2 ആഴ്ചയ്ക്കുള്ള ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒന്നിനും പോകണ്ട. ഞാൻ എന്താ ഒരു വിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നു, അനുകൂലിക്കേണ്ടവർക്ക് അനുകൂലിക്കാം, എതിർക്കേണ്ടവർക്ക് എതിർക്കാം എന്ന് പറയുക. നാച്ചുറലി കുറേ അധികം പേര് അബ്സ്റ്റെയിൻ ചെയ്യും. എല്ലാ MLA എങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാവുന്ന കാര്യമാണ്. കുറേ അധികം പേര് അബ്സ്റ്റെയിൻ ചെയ്യും. 108 വെച്ച് ഇയാൾ ഭരിക്കും. മൈനോറിറ്റി മിനിസ്ട്രി ഈസ് പോസിബിൾ അക്കോർഡിംഗ് ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. മൈനോറിറ്റി മിനിസ്ട്രി ഈസ് പോസിബിൾ. അങ്ങനെ ഇപ്പോൾ കേന്ദ്രത്തിൽ എത്ര കാലം മൈനോറിറ്റി, ചന്ദ്രശേഖർ വാസ് മൈനോറിറ്റി, ദേവഗൗഡ വാസ് മൈനോറിറ്റി, എവരിബഡി വാസ് മൈനോറിറ്റി, വാജ്പേയി വാസ് മൈനോറിറ്റി, ആൻഡ് മൻമോഹൻ സിംഗ് 10 വർഷം മൈനോറിറ്റി ഗവൺമെൻറ് ആയിരുന്നു. സോ മൈനോറിറ്റി ഗവൺമെൻറ് ഇൻ ദ സ്റ്റേറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ബട്ട് അയാളത് ചെയ്യാതെ അയാൾ ഫേം ഭൂരിപക്ഷത്തിന് ശ്രമിക്കുന്നു, വിച്ച് ഇൻക്രീസസ് ദ ഡൗട്ട് ഇൻ ദ അതർ ലോങ് ടേം അജണ്ട. കാരണം ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങാനും പശുക്കളിന് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഫസ്റ്റ് ഇൻസിഡൻറ്റിൽ തന്നെ ഇയാൾ തോൽപ്പിച്ചു എന്ന് വയ്ക്കുക, ആൻഡ് ലെറ്റ് us ഗോ ഫോർ ആൻ ഇലക്ഷൻ എന്ന് തീരുമാനിച്ചു എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന എല്ലാം വെള്ളത്തിലാവും. അത് വരാതിരിക്കാനായിട്ട് ഗെറ്റ് എ ഫേം കമ്മിറ്റ്മെൻറ്റ് ഫ്രം ദം. ദാറ്റ് ഈസ് വൈ എ ക്രിസ്ത്യൻ ജോസഫ് വിജയ് സെൻഡ് ആൻ ഇമെയിൽ ടു ക്രിസ്ത്യൻ സോണിയാഗാന്ധി ആസ്കിങ് ഫോർ സപ്പോർട്ട്. അമ്മച്ചി, ഞാൻ ഇവിടം വരെ എത്തി, എനിക്ക് ചെറിയൊരു സഹായം വേണം. തിരിച്ചു തള്ളാനുള്ള വിഷയമല്ല. ഐ ഡോണ്ട് നോ, സംബഡി മേ കോൾ ഇറ്റ് ഒരു എന്താ ഈ കോൺസ്പിറസി തിയറിയാണ്, ഗൂഢാലോചന കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ടല്ല. ബട്ട് ഞാൻ ഗൂഢാലോചന എന്ന് പറയുന്നില്ല. ദർ ഇസ് സംതിങ് അൺയൂഷ്വൽ ഇൻ ഇറ്റ്. ഡോണ്ട് യു തിങ്ക് സോ? സിൻസിയർലി എന്തൊക്കെയോ അസ്വാഭാവികമായ കാര്യങ്ങൾ ജോസഫ് വിജയുടെ വിജയത്തെ ചൊല്ലിയും അതിനുശേഷമുള്ള ആക്ടിവിറ്റികളും എല്ലാം നോക്കുമ്പോൾ സംവെയർ നൗ കണക്റ്റിംഗ് ദ ഡോട്ട്സ്, വൈ ഡു യു കണക്ട് ദിസ് വേ, യു ക്യാൻ കണക്ട് ദിസ് വേ എന്നൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്യാമെന്നേ ഉള്ളൂ. ബട്ട് ദർ ആർ ഡോട്ട്സ്, അൺകണക്റ്റഡ് ഡോട്ട്സ്. അയൽപക്കത്ത് വിരിയുന്നത്, അയൽപക്കത്ത് ഉരുത്തിരിയുന്നത് എന്താണ്, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പൊളിച്ചെഴുത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്തേ.